എൻ്റെ പേര് ശിവദാസ് വെള്ളോലി. ശിവദാസ് വെള്ളൂരി മിമിക്രി കലാകാരനാണ്. അദ്ദേഹം ആരുടെയൊക്കെ ശബ്ദമാണ് എടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമുക്കൊന്ന് മിമിക്രി ഐറ്റം കേട്ടാലോ? അപ്പം എവിടെ വീട്, സ്വദേശം? ഞാൻ ശരിക്കും പുത്തൂരാണ്. കല്ലേപ്പുള്ളി. ഇവിടുന്ന് ഒരു 8-10 കിലോമീറ്റർ ഉണ്ട് അല്ലേ? കല്ലേപ്പുള്ളി, പുത്തൂര്. ഏതൊക്കെ സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ട്? കുറേ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കുറേ ചാനൽസും ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഫഷണലി ആർട്ടിസ്റ്റ് ആണ്. പിന്നെ ഇവന്റ് കോർഡിനേറ്റർ ആണ്. ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാ? ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവദാസ് വെള്ളോലി. ശിവദാസ് വെള്ളോലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വെള്ളോലി. ശിവദാസ് വെള്ളോലിയാണ്. ശിവദാസ് വെള്ളോലിയുടെ ഒരു പ്രകടനം നമുക്കൊന്ന് കേൾക്കാം. എന്താണ് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയ പ്രകടനം? അതായത് ഞാൻ ലൈവായിട്ട് ചില ആർട്ടിസ്റ്റുകളുടെ വോയിസ് ചെയ്യാറുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ സുരേഷ് ഗോപി ചേട്ടന്റെ ഒരു വോയിസ്. പിന്നെന്താ, തൃശ്ശൂരെ നമ്മുടെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. അപ്പൊ അദ്ദേഹം ലൈവായിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന സുരേഷ് ഗോപിക്ക് ദോഷം വരുന്നതല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതൊന്നും നമ്മൾ പറയത്തില്ല. അതാ ഒരു നേതാവിനെ കുറിച്ച് നമ്മൾ പറയത്തില്ല. ആ തെരഞ്ഞെടുപ്പിനെ മോശം വരുത്തുന്ന ഒരു ചിത്രീകരണവും നമ്മൾ നടത്തില്ല. കോൺഗ്രസിനെ പറയില്ല, LDFിനെ പറയില്ല. ധൈര്യമായിട്ട് അടിച്ചു. അപ്പൊ മലയാള ഒരുപാട് ഡയലോഗ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന മലയാള സിനിമയിൽ ഒരുപാട് ഞാൻ തെറി വിളിച്ചു കാണും. പുല്ല എന്ന് വിളിച്ചപ്പോഴും അതാരെ വിളിച്ചു, എന്ത് കോൺടെസ്റ്റിൽ വിളിച്ചു അല്ലേ? വിവേചന ബുദ്ധി നമുക്ക് നന്നായിട്ട് വേണം. ഒരു നല്ല അച്ഛൻ്റെ മുഖത്ത് നോക്കി നമുക്ക് തെറി വിളിക്കാൻ പറ്റുമോ? മറിച്ച് കുടിയനായ അച്ഛൻ സ്വന്തം അമ്മയും പെങ്ങളെയും നടുപിടിച്ചൊടിക്കുമ്പോൾ ഇതിനപ്പുറത്തുള്ള തെറി വിളിക്കണം. പറ്റിയാൽ കൂമ്പിനിട്ട് 2 ഇടിയും കൊടുക്കണം. പൊളിച്ചു അല്ലേ? കണ്ണടച്ചാൽ സുരേഷ് ഗോപി മുമ്പിൽ വന്നിരിക്കുന്ന പോലെ തോന്നും. കൊള്ളാം, ഗംഭീരം. അത് സിനിമയിലെ ഡയലോഗല്ല, ഒരു ചാനലിൽ മറ്റോ ലൈവായിട്ട് കൊടുത്തത്. ഓക്കെ, കൊള്ളാം, ഗംഭീരം. ഇനി ഒരെണ്ണം കൂടി. ഇനി അടുത്ത് നമ്മള് കൺമണി അൻപോടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ, മഞ്ഞുമൽ ബോയ്സിൽ അത് വന്നപ്പോ കൊടുത്തത്. അത് ഞാൻ ആ ഡയലോഗ് നമ്മുടെ പാലക്കാടൻ സ്ലാങ്ങിലേക്ക് മാറ്റിയ കമലഹാസൻ പറഞ്ഞ ഡയലോഗോ? അതെ, പൊളിക്കും. അപ്പൊ ആ സിനിമ കണ്ടല്ലോ അല്ലേ? മഞ്ഞുമൽ ബോയ്സ് കണ്ടോ? മഞ്ഞുമൽ ബോയ്സ് കണ്ടോ? ബോയ്സ് കണ്ടു. കിടുവല്ലേ പടം? അടി അല്ലേ? കമലഹാസന്റെ ഡയലോഗൊക്കെ നമ്മളിങ്ങനെ അല്ലേ കിടു. അപ്പൊ അത് പാലക്കാടൻ സ്ലാങ്ങിൽ കേൾക്കാൻ പോവാ. ഇന്നത് പൊളിക്കും. അപ്പൊ ആദ്യം കൺമണി അത് പറഞ്ഞത് ഒന്ന് കേൾപ്പിച്ചിട്ട് അത് കൺവേർട്ട് ചെയ്യാം. അപ്പൊ കൺമണി അൻപോടെ കാതളൻ நான் எழுதும் கடிதம் இல்லைன்னா லெட்ரு இல்லை கடிதமே போட்டுக்க. அதே போல் பொன்மணி உன் வீட்டில் സൗഖ്യമാ, ഞാൻ ഇങ്ങ് സൗഖ്യമേ. ഇതന്നെ നമ്മൾ ഈ 2 ഡയലോഗും പാലക്കാടിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതാരെയും കളിയാക്കാനല്ല, ഹാസ്യത്തിന്. പൊട്ടക്കുട്ടി, ഞാൻ നിന്റെ ചെക്കൻ കാമുകൻ എഴുതുന്ന ലെറ്റർ ഇല്ലെങ്കിൽ കടലാസ് ഗാന്ധിക്ക് എഴുതിക്കോ. നിന്റെ വീട്ടില് നിക്ക് സുഖമാണോ? എനിക്ക് ഇവിടെ സുഖമാണ്. അത് എന്താന്ന് അറിയില്ല. എനിക്ക് എന്തെങ്കിലും വന്നാൽ എൻ്റെ ദേഹം താങ്ങും. നിന്റെ ദേഹം താങ്ങുമോ? അത് ആലോചിക്കുമ്പോ എനിക്ക് അകൃച്ചയായിട്ട് വരുന്നു. അത് എഴുതാനുള്ള വാക്കുകാണ് കിട്ടാത്തത്. കൺമണി അഭിറാമി. കമലഹാസൻ ഇത് കേട്ടാവണല്ലോ. ഗുണയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയ കാഴ്ച കേട്ടാ ഓടിപ്പോകൂലേ? അടിപൊളി അല്ലേ? നോക്കൂ, അതിന്റെ ലാസ്റ്റ് ഡയലോഗ് എന്തായിരുന്നു? ഒറിജിനൽ ഡയലോഗ് ഒന്നുകൂടി ഒന്ന് പറയൂ. എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്? അതിന്റെ ഒറിജിനൽ അത് എന്നാ മായമോ തെരിയല്ല. എനക്ക് ഉണ്ടാകുന്ന കായോ അത് തന്നാൽ ആറിടും. ഉണക്ക് പാലക്കാടിലേക്ക് വരുമ്പോ അത് എന്താന്നറിയില്ല. എനിക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ താങ്ങും, പക്ഷെ നിക്ക് എന്തെങ്കിലും വന്നാൽ നീ താങ്ങുവോ? അത് ആലോചിക്കുമ്പോ അത് എനിക്ക് അകർച്ചയായിട്ട് വരും. ഭയങ്കര രസകരമായ സാധനം അല്ലേ? എന്താ ആ വാക്കെന്തായിരുന്നു? എന്തായിട്ട് വരുന്ന? അകർച്ച. അതായത് ഇവിടെ കറിയാന്നുള്ളതിന്റെ കറിയുന്നതിന് ഇവിടെ പാലക്കാട് ഇന്റീരിയൽ ഏരിയയിലൊക്കെ പറയുന്ന അകർച്ച എന്നാ പറയാ. അകർച്ച. അത് കൊള്ളാല്ലേ? പാലക്കാട്ടുകാരെ ക്ഷമിക്കണം, അത് നിങ്ങളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് ഓരോ നാടിന്റെ സ്ലാങ്ങിനെ നമ്മൾ മാറ്റുമ്പോൾ അതിനകത്തുള്ള ഒരു കോമഡി ഉണ്ടല്ലോ, അതൊരു റിയൽ ലൈഫ് കോമഡി ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഈ നാടിന്റെ ഈ സ്ലാങ്ങിന്റെ വൈവിധ്യമൊക്കെയാണ് കേട്ടോ നമ്മുടെ നാടിന്റെ കരുത്ത്. കാസർഗോഡ് പോയ വേറൊരു ഭാഷ നമ്മൾ കേട്ടു. നമ്മൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ വേറൊരു ഭാഷയാണ്. എന്തിനാ അപ്പി ആ ലൈനാണ്. അതിലൊരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. രാജമാണിക്യ സിനിമയില് മമ്മൂക്ക പറഞ്ഞ ആ ഡയലോഗില്ലേ, ഒരു ഫേമസ് ഡയലോഗ്. അപ്പൊ അതാദ്യം കേൾപ്പിച്ചിട്ട് ഞാൻ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. പറഞ്ഞ അപ്പൊ ശരി, ഈ ചോദ്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു പാതിരാത്രിക്ക് മണ്ണീറവാതിൽ മുട്ടിയപ്പോഴാണ്. നീ ആരാണ്, നിനക്ക് എന്തൊരു വേണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ വേണ്ടെന്ന്. അപ്പൊ അമ്മ പറഞ്ഞ അതിനൊരു മാനല്ലെന്ന്. അതോടെ തീർന്നില്ല, എല്ലാം ഊരും വരും. എന്തൊരു നോക്കണത്, ഞാൻ പറഞ്ഞില്ലേ ഇടപാടിന് നിൽക്കേണ്ടെന്ന്. ഇതേ സാധനം ഞാൻ പാലക്കാടിൽ ഒരാൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു? ഹാസ്യത്തിനാണ് ഇപ്പോഴും പറയാ. ഓ അപ്പൊ അത് ശരി. ഈ കൂട്ടം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നട്ടപ്പാതിരിക്ക് വാതിൽ പൂട്ടിയപ്പോഴാണ്. നീ ആരാണ്ടാ ഉണ്ണി, നിക്ക് എന്താണ്ടാ വേണ്ടത് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മീനെ കാണണം പറഞ്ഞു. അപ്പൊ ആ അമ്മ പറഞ്ഞു അങ്ങനെ മഴ അറിയില്ലാന്ന്.
അതോടെ തീർന്നില്ല എല്ലാം കൂട്ടാൻ ഞാൻ അന്നേ പറഞ്ഞു ഈ ഇടപാട് നിൽക്കണ്ടാന്ന്. ഇയാള് വലിയ മനസ്സിലാണ്. ഇയാളിട്ട പേരാണ് മാണിക്യം. വെറും മാണിക്യമല്ലേട്ടാ, രാജമാണിക്യം. തകർത്ത് കേട്ടോ, ഗംഭീരമായി. ഗംഭീര വൈറലാ, മില്യൺ ഷെയറാ ഉറപ്പാ. അപ്പൊ കൊള്ളാം കേട്ടോ. ഇതെങ്ങനെ ഇത് ഒപ്പിക്കുന്നത് ഇതൊക്കെ? ഇത് ഞാൻ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യും, അങ്ങനെ ചെയ്യും. ഇനി നമ്മുടെ ലാൽ ജോസ് ഡയറക്ടർ ഇവിടെ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ചെറിയ ആ സത്യം പറയല്ലോ, ഇവിടെ ഈ കൊടുന്തരപ്പള്ളി ഗ്രാമത്തിൽ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഇവിടുത്തെ 2-3 പേരെ വെച്ചിട്ട് ഒരു സിനിമ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ അഭിനയിപ്പിക്കാൻ ചാൻസ് ഇവർക്ക് കൊടുക്കുന്നതാണ്. നന്ദി, നമസ്കാരം. ഗംഭീരമായി. ശിവദാസൻ തകർത്ത് കേട്ടോ വെള്ളോലി. അപ്പൊ ശിവദാസൻ തകർത്ത്. പാലക്കാട്ടുകാരുടെ ഇറങ്ങുന്ന സമയത്ത് ഇനിയിപ്പോ അതായിരിക്കും ഡയലോഗ്.